കഴിഞ്ഞ ദിവസം ആ പ്രിൻസിപ്പലിൻ്റെ ഓഫീസിൽ നിന്ന് സംഭവമായിട്ട് ബന്ധപ്പെട്ടേ നമ്മൾ കുറച്ച് വീഡിയോ ഒക്കെ ഇട്ടായിരുന്നു. പക്ഷെ എന്നാലും പിന്നെ ആലോചിച്ചപ്പോൾ ഈ സ്കൂളുകളിലൊക്കെ എത്ര സ്കൂളുകളിലാണ് ഈ എമർജൻസി നമ്പേഴ്സ് എല്ലാം കൃത്യമായിട്ട് എല്ലാ ക്ലാസ് റൂമിലും ഉള്ളത്? ഈ കുട്ടികളുടെയൊക്കെ ബുക്കിനകത്ത് ഏറ്റവും ആദ്യത്തെ പേജിൽ പേരിൻ്റെ കൂടെ ഈ സബ്ജക്റ്റിൻ്റെയും ഡിവിഷൻ്റെയും ഈ പറഞ്ഞ പോലെ സ്റ്റാൻഡേർഡിൻ്റെ ഒക്കെ ഒരു ഇത് വെക്കത്തില്ലേ, സ്റ്റിക്കർ ഒട്ടിക്കത്തില്ലേ, അതുപോലെ നിർബന്ധമായും ബുക്കുകളുടെ മുകളിലെല്ലാം ഫസ്റ്റ് പേജിൽ ഇവർ എഴുതി വെച്ചേക്കണം. എഴുതി വെച്ചാൽ മതി, മറ്റേ ഇത് വേണ്ട, സ്റ്റിക്കർ വേണ്ട. സ്റ്റിക്കർ മേടിക്കാൻ കിട്ടിയതല്ല. അപ്പോൾ അത് കുട്ടികളുടെ പുസ്തകത്തിലൊക്കെ ഫസ്റ്റ് പേജിൽ പേരിനോടൊപ്പം എമർജൻസി നമ്പേഴ്സ്, പോലീസ്, പിന്നെ ഫയർഫോഴ്സ്, ആംബുലൻസ്, പേരൻറ് നമ്പർ, പിന്നെ വേറെന്താ, ചൈൽഡ് ഹെൽപ്പ് ലൈൻ, പിന്നെ കൗൺസിലർ, സൈക്കോളജി കൗൺസിലർ സ്കൂളിൽ എന്താവശ്യം വന്നാലും പിള്ളേർ ആദ്യം നല്ല എപ്പോഴും ചിലപ്പോൾ ചെറിയ കാര്യമൊക്കെ പറഞ്ഞ് വിളിച്ചെന്നിരിക്കും, വഴക്ക് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞായിരിക്കും വിളിക്കാൻ പോകുന്നത്. അതൊക്കെ കേൾക്കണം. ഇന്നത്തെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് സോർട്ട് ചെയ്യണം. ഒരു ദിവസം ഒരു 100 കോള് ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. 100 ഒരു ഏരിയയിൽ നിന്ന് ഒരു 10 സ്കൂൾ എടുത്താൽ 100 100 കോളൊക്കെ വന്നെന്നിരിക്കും. അതിനൊക്കെയാണല്ലോ മുതിർന്ന പൗരന്മാർ ഈ നാടിൻ്റെ നന്മ അല്ലെങ്കിൽ നാടിൻ്റെ വികസനം, ഭാവി തലമുറയെ വാർത്തെടുക്കാൻ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ജോലി എടുക്കുന്നവർ. അപ്പോൾ അങ്ങനെ കുട്ടികളൊക്കെ വിളിച്ച് പ്രാക്ടീസ് ചെയ്യും. കുറച്ചാൽ കുട്ടികൾക്ക് തന്നെ മനസ്സിലാവും ഏതിന് വിളിക്കണം ഏതിന് വിളിക്കേണ്ടതൊക്കെ. അങ്ങനെ ഒരു ശീലം എന്നുണ്ടാവും. അങ്ങനെ ഉണ്ടായാലും ഇവിടെ ഏറ്റവും കൂടുതൽ പിള്ളേർ കംപ്ലയിൻറ്റ് ചെയ്യാൻ പോകുന്നത് ഈ സ്കൂളിലെ അധ്യാപകരെ പറ്റിയും അവരുടെ പേരൻസിനെ പറ്റിയൊക്കെ ആയിരിക്കും. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വെറുതെ കേട്ടിട്ട് കൊച്ചിനെ വഴക്ക് പറയാൻ പറ്റും. മോനെ അങ്ങനല്ല, മോൻ പറഞ്ഞത് തെറ്റാണ്, മോൻ പറഞ്ഞത് ശരിയല്ല. അപ്പോൾ ഇതിനെ ഓഡിറ്റ് ചെയ്യുന്നത് എങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? അതൊക്കെയാണ് ഇവിടെ വേറൊരു പ്രശ്നം. ഈ പറയുന്ന ഓരോരുത്തർക്കും ഓരോ തോന്നലുകളാണല്ലോ. ചിലർ പറയുന്നത് അധ്യാപകർ, മാതാപിതാ, ഗുരു, ദൈവം, കുട്ടികൾക്ക് ഒരു വിലയില്ല. എന്നാൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും ഏറ്റവും കൂടുതൽ കെയർ ചെയ്യേണ്ടതും ഏറ്റവും മാന്യമായിട്ടും ഏറ്റവും റെസ്പെക്ട് കൊടുക്കേണ്ടതും കുട്ടികൾക്കാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഭാവിയിൽ ഈ കുട്ടികൾ ചെയ്യത്തുള്ളൂ. ഗീവ് ആൻഡ് ടേക്ക് എന്ന് പറഞ്ഞാൽ അവിടെ തൊട്ട് ഗീവ് ചെയ്യണോടെ. അല്ലാതെ നേരെ ഇങ്ങോട്ട് ഒരു ദിവസം രാവിലെ ഇറങ്ങി വന്നിട്ട് ഇന്നാ ഗീവ് ടേക്ക്, അതല്ല ഇത്. ഇവിടെ ഉള്ളവർ അങ്ങനെ വിചാരിച്ചിരിക്കുന്നു. വിദേശ രാജ്യങ്ങൾ, വികസിത രാജ്യങ്ങൾ, സമ്പന്ന രാജ്യങ്ങൾ, അവർ അങ്ങനെ സന്തോഷമായിട്ടൊക്കെ ജീവിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് അത്രയും സമ്പത്തുള്ളത്, അതിന് ഒരുപാട് കാര്യങ്ങൾ ഈ സ്കൂളിൽ നിന്നേ അവർ പഠിക്കുന്നതാണ്. പേഷ്യൻസ്, റോഡ് ബിഹേവിയേഴ്സ് പഠിക്കണം. ഇപ്പോഴും ക്യൂടെ ഇടയിൽ കയറി തള്ളി കയറി ചെന്ന് എൻ്റെ കാര്യം മാത്രം, ഞാൻ മാത്രം ഫാസ്റ്റായിട്ട് പോകണം, എനിക്ക് മാത്രമേ വീടും കുടുംബമൊക്കെ ഉള്ളൂ, അങ്ങനെയൊക്കെ ഉള്ള ധാരണയുള്ള ആളുകൾ. ചിലർക്ക് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് ഇവിടേക്ക്. കാരണം അങ്ങനെ മര്യാദയ്ക്ക് ഒരു സിസ്റ്റം ഒരിടത്തും ഇല്ലാത്തതുകൊണ്ട് ചിലർക്ക് തെറ്റിപ്പോകും. പക്ഷെ ചിലരങ്ങനല്ല, മനഃപൂർവ്വം അതെന്തോ വലിയ കഴിവ് പോലെയൊക്കെ കാണുന്ന ആളുകളുണ്ട്. ഇടിച്ചു കയറി കഴിവ്. കാരണം അത്രയ്ക്കും ദാരിദ്ര്യവാസി തിയറി അതൊരു ദാരിദ്ര്യവാസി തിയറി എന്നാണ് പറയുന്നത്. ദാരിദ്ര്യം ഉള്ളതുകൊണ്ട്, ഇത്രയും പോപ്പുലേഷൻ ഉള്ളതുകൊണ്ട് പറ്റിപ്പോകുന്ന. പക്ഷെ ഇത്രയും പോപ്പുലേഷൻ ഒക്കെ ഉള്ളപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. അത് തിരിച്ചാ ചെയ്യേണ്ടത്. അങ്ങനെ വരുമ്പോഴേ നമുക്ക് എത്രയൊക്കെ റിലീഫ് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അത്രയും പേരുടെയും കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നടക്കത്തുള്ളൂ. ഇതൊന്നും നടക്കാതെ പോകുന്നതിന്റെ കാരണമാണ് നമ്മൾ ഇത്രയും ആളുകൾ കൂടെ തള്ളിക്കയറുന്നത്. സത്യത്തിൽ യൂറോപ്പിലൊന്നും ആ പ്രശ്നം ഉണ്ടാകേണ്ടതല്ല. അവർക്ക് ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും വിഷയമാകാത്ത തരം അത്രയും ആളുകളൊക്കെ അവിടെ ഉള്ളൂ. ഇത്രയും കോടികൾ ഉണ്ടാകും. നമ്മൾ അതൊന്നും പാലിക്കാതെ ഇവിടെ കിടന്ന് അഭ്യാസം കാണിച്ചു കഴിഞ്ഞാൽ ഈ നാട് നശിക്കത്തില്ലേ? ആരുടെയെങ്കിലും കാര്യങ്ങൾ നടക്കുമോ? പിന്നെ ഈ പിള്ളേരെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്ന കംപ്ലയിൻസ് എടുത്തിട്ട് അവർക്ക് സന്തോഷം കിട്ടുന്ന അവരുടെ വെൽബീയിങ് മാത്രം ഉദ്ദേശിച്ച് ഈ പരിപാടി ചെയ്യാവും. അതിനകത്ത് ഒരു കുട്ടി ചിലപ്പോൾ നിരന്തരം പറയുന്ന ഒരു കുട്ടിയുണ്ടെങ്കിൽ ആ കുട്ടിയെ മനസ്സിലാക്കണം, ആ കുട്ടിയുടെ പ്രശ്നം എന്താണ്, അതിനൊരു സൈക്കാട്രിക് കംപ്ലയിന്റ് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഇഷ്യൂസ് അതൊക്കെ സോൾവ് ചെയ്യാൻ പറ്റും. കുട്ടികളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ നാളെ ഒരു 10 വർഷം കൊണ്ട് അല്ലെങ്കിൽ ഒരു 15 വർഷം കൊണ്ട് ഈ നാട്ടിൽ തന്നെ പ്രശ്നങ്ങളില്ലാണ്ടാവും. ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? വിദ്യാഭ്യാസ മന്ത്രിക്ക് വിദ്യാഭ്യാസം ഇല്ല, പിന്നെ ബാക്കി മന്ത്രിമാർക്ക് ഒന്നും വിദ്യാഭ്യാസം ഇല്ല. പിന്നെ ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാക്കാനോ ഇതിന് എന്ത് ചെയ്യണമെന്നോ വായും വിളിച്ചിരിക്കുന്ന ആളുകൾ. പിന്നെ ബ്യൂറോക്രാറ്റ്സ് എന്നൊക്കെ പറഞ്ഞവരുടെ പണി എന്താണെന്ന് ചോദിച്ചാൽ കീശ വീർപ്പിക്കലും കോടീശ്വരനാവലും ഒക്കെ തന്നെയാണ്. 2 തലമുറ കഴിയുമ്പോൾ ഇവൻ്റെ മക്കളൊക്കെ ഏതെങ്കിലും ആരെങ്കിലും തല്ലി കൊന്നെന്നോ അത്രയൊക്കെ ഇവരുടെ ഫ്യൂച്ചർ ഇവർ ചെയ്യുന്നുള്ളൂ. ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു സാധനം ഇവർക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. അന്നന്ന് വേണ്ടുന്ന എന്താ പറയുക പരിപാടിയൊക്കെ നടത്തി ഇന്ന് എങ്ങനെ എവിടെ നിന്നിട്ട് കട്ടുപിടിക്കാം, ആരുടെ ഇതൊക്കെ കൈക്കൂലി മേടിക്കാം, ഏത് കേസിലെ പ്രതിയെ ജയിലിൽ തുറന്നു വിടാം എന്നൊക്കെ ആലോചിക്കുന്ന തരത്തിലുള്ള സിസ്റ്റമാണ് നമ്മുടെ പോലീസും കോടതിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അങ്ങനെയുള്ള മനുഷ്യരാണ് ഇവിടെ ഉള്ളത്. പോലീസുകാരെന്ന് പറഞ്ഞാലും മനുഷ്യരല്ലേ, അവർ ഈ സ്കൂളിലല്ലേ പഠിക്കുന്നത്, ഈ നാട്ടിലല്ലേ ജീവിക്കുന്നത്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിസ്സഹായരാണ്. അവർ വിചാരിച്ചിരിക്കുന്നത് ഇതെന്തോ വലിയ കാര്യമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എനിക്ക് കുറേ കാശ് ഉണ്ടാക്കാൻ പറ്റും, ഞാൻ വലിയ വീട് വെച്ചു, ഞാൻ കണ്ടെങ്കിൽ സന്തോഷത്തിലാണ്, ഞാൻ ഭയങ്കര സെറ്റപ്പിലാണ്, എനിക്ക് ഇന്ന വണ്ടി ഉണ്ടെന്നൊക്കെ വിചാരിച്ചിങ്ങനെ നടക്കുക. എന്നാൽ കുറച്ച് ആ ഒരു രീതിയിൽ കംഫർട്ട് ഉണ്ടാവും, അത് ഉപയോഗിക്കാൻ അറിയാത്തവരാണെങ്കിലും. പക്ഷേ ഇവിടെ പലർക്കും അതും അറിയത്തില്ല.
കുറെ ബാങ്കിൽ കുറെ പൈസ കാണുമ്പോഴുള്ള എന്തോ മാനസികാവസ്ഥ ആണ് ചിലർക്കൊക്കെ ഉള്ളത്. കംഫർട്ട് എന്താണെന്നൊന്നും ഈ പറഞ്ഞ ആളുകൾക്ക് അറിയത്തില്ല പലർക്കും. അവർ പിന്നെ കിടന്ന് കഷ്ടപ്പാടും നല്ലൊരു ഉടുപ്പില്ല, ചിലപ്പോൾ വലിയ വീട് വെച്ചിട്ട് ഇന്റീരിയേഴ്സ് കാണണം, അവിടെ ഉപയോഗിക്കുന്ന സോഫയോ കസേരയോ ഇവർ കിടക്കുന്ന കട്ടിലോ അല്ലെങ്കിൽ ഇവർ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സോ എല്ലാം ചിലപ്പോൾ വളരെ മോശം സാധനങ്ങളായിരിക്കും ചിലർക്ക്. കംഫർട്ടുള്ള ചെരുപ്പ് പോലും ആയിരിക്കത്തില്ല ഇടുന്നത്. അങ്ങനെ പറയണം. ആഹാരത്തിന്റെ കാര്യത്തിലും അവർക്ക് അറിയത്തില്ല. നമുക്കാണെങ്കിൽ അറിഞ്ഞിട്ട് കാര്യമില്ല, മേടിക്കാൻ കാശില്ല. കാശുള്ളവനറിയാം. ചിലർക്കൊക്കെ അറിയാം, വളരെ കംഫർട്ടബിൾ ആയിട്ട് ജീവിക്കുന്ന മനുഷ്യരിവിടെ അവരെ കണ്ടാൽ മനസ്സിലാവും നമുക്ക്. കൂടുതൽ മേക്കപ്പ് ചെയ്യാതെ, കൂടുതൽ ഓർണമെന്റ്സ് ഇടാതെ, തറപ്പരിപാടികൾ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ കാണാത്ത, TV സീരിയൽ കാണാത്ത, പൊട്ട സിനിമകൾ കാണാത്ത, മോഹൻലാലിന്റെ മമ്മൂട്ടിയുടെ ഫാനാന്ന് പറഞ്ഞ് ഇറങ്ങി നടക്കാത്ത ഒത്തിരി ആൾക്കാരില്ലേ ഇവിടെ. അവരവരുടെ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് നടത്തി, അവരുടെ കുട്ടികളെ മര്യാദയ്ക്ക് വളർത്തി, നല്ല ആഹാരവും വെള്ളമൊക്കെ കുടിച്ച്, ആഹാരം കഴിച്ച് വെള്ളം കുടിച്ച് അങ്ങനെയൊക്കെ മര്യാദയ്ക്ക് വേഷം ധരിച്ച്. മര്യാദയുടെ വേഷം എന്ന് പറഞ്ഞാൽ അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള വേഷം ധരിക്കുക എന്നുള്ളതാണ്. അല്ലാതെ നാട്ടുകാരെന്ത് പറയുന്നു അതല്ല ഇവിടുത്തെ പ്രശ്നം. നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കണം. എൻ്റെ സ്കിന്നിന് ഭയങ്കര കട്ടിയുള്ള ഉടുപ്പൊന്നും ഇടാൻ പറ്റത്തില്ല, അപ്പം ഞാൻ അതിടത്തില്ല. ബനിയനൊക്കെ കൂടുതൽ ഇടുന്നത്, സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത്സ് ആണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. പിന്നെ കോട്ടൺ, അത് എനിക്കങ്ങനെ വിയർത്ത് ഇങ്ങനെ ചൊറിച്ചിലൊക്കെ പോലെ വരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ വേഷമൊക്കെ കൂടുതൽ ഇടാറുള്ളൂ. ബനിയനൊക്കെ ഇട്ട് എന്നെ കൂടുതൽ കാണുന്ന ആളുകൾ. ഇനി ഇതേപോലത്തെ ഷർട്ടൊക്കെ ഇടയ്ക്കൊക്കെ ഇടാറുണ്ട്. ഇന്നിപ്പോൾ ഒരു ആവശ്യത്തിന് പോകണം, ഒരു ആൾ കാണാറുണ്ട്, അതുകൊണ്ട് ഇതൊക്കെ എടുത്തിരുന്നത്. അല്ലെങ്കിൽ ഇങ്ങനത്തെ വീഡിയോ ഒന്നും എടുക്കാറില്ല. ഇതെനിക്ക് ബോറടിച്ച് വിടുന്നു. മാത്രമല്ല ഇന്നലെ ഞാൻ ഇതിനെക്കുറിച്ച് കുറച്ച് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ഐഡിയ കിട്ടി. ഇത് സ്കൂളുകളിൽ ഇത് പഠിപ്പിക്കുന്നില്ല, സാറുമാർ പഠിപ്പിക്കത്തില്ല. കാരണം അവനെ തന്നെ നാളെ കംപ്ലൈൻറ്റ് വരും കൊച്ചിൻ്റെ ഭാഗത്തുനിന്ന്. ഇത് മനസ്സിലായി പോയാലോ കുട്ടികൾക്ക്? ഇവർ കാണിക്കുന്ന തെറ്റുകളും ശരികളും ഒക്കെ അവർക്ക് മനസ്സിലായാലോ? കുട്ടികൾ കാണിക്കുന്ന തെറ്റുകൾ, കൊച്ചു തെറ്റുകൾ, കുഞ്ഞു കുഞ്ഞു തെറ്റുകൾക്ക് അവർ ഒരുപാട് ശിക്ഷിക്കുകയൊക്കെ ചെയ്യും. ഇങ്ങനെ ശിക്ഷകൾ ഏറ്റുവാങ്ങി തന്നെയാണ് ഈ പറഞ്ഞ ഇവിടുത്തെ കുറ്റവാളികളെല്ലാം ഇവിടെ വളർന്നു വന്നത്. ഈ സമൂഹത്തിൽ കാണുന്ന സകല അനീതി, അക്രമം, അഴിമതി എല്ലാം ഇങ്ങനെ പഠിച്ചു വന്നവർ ചെയ്തുകൊണ്ടേയിരിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനകത്തൊരു മാറ്റം വരുത്തണ്ടേ? ആ ശിക്ഷാ രീതിയല്ലേ, ഈ ശിക്ഷണ രീതി ശരിയല്ല, അത് തെറ്റാണ് എന്ന് മനസ്സിലാവണ്ടേ? അത് തെറ്റായതുകൊണ്ടാണല്ലോ ഇതിങ്ങനെ അതപ്പത്തിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്, നശിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യന് സമാധാനം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു, സന്തോഷം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു, ആരോഗ്യവും ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നു. മറ്റു പല വികസിത രാജ്യങ്ങൾ 100 വയസ്സ് വരെയൊക്കെ ആൾക്കാർ സുഖമായിട്ട് നടന്ന് അവരവരുടെ കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുമ്പോൾ സന്തോഷമായിട്ട് ജീവിച്ചിരിക്കുന്നവരൊക്കെ, അല്ലാത്തവർ ചിലപ്പോൾ നേരത്തെ മരിച്ചു പോകുന്ന, എന്തെങ്കിലും അത്ര ഫിറ്റ് അല്ലാത്ത ആൾക്കാർ ചിലപ്പോൾ നേരത്തെ മരിച്ചിരിക്കും. എന്തോ ആയിക്കോട്ടെ, പല പല രോഗങ്ങളാലൊക്കെ ബുദ്ധിമുട്ടും. പക്ഷേ അവിടെ ഈ ഹാപ്പിനെസ് ഇൻഡെക്സ് എന്നൊക്കെ പറയുന്ന സാധനം കുറച്ച് വ്യത്യാസമാണ്. ഹെൽത്ത്, ആളുകളുടെ ഈ ഹെൽത്ത് കെയർ, അത് ഗവൺമെന്റ് ആയിട്ട് തന്നെ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇതൊന്നും നമുക്കില്ല. പിന്നെ ഈ പൊല്യൂഷൻ, വേസ്റ്റ് മാനേജ് ചെയ്യുന്നില്ല, എല്ലാം കൊണ്ട് നോക്കി കഴിഞ്ഞാൽ അതിനൊന്നും കഴിവില്ലാത്തവരാണ്. അവർക്ക് എങ്ങനെ ഈ കഴിവുണ്ടാകും? അവർ ഈ സ്കൂളിലല്ലേ പഠിച്ച്, അവർ പഠിച്ച സ്കൂള് അവർ പിന്നെയും പഠിപ്പിക്കുന്നു അതേ രീതിയിൽ. കെട്ടിടം പണിയാനറിയാം, നല്ല ബെഞ്ചും ഡെസ്ക് കൊണ്ടുവന്നിടും. പക്ഷെ പഠിപ്പിക്കാൻ ടീച്ചർ വരുമ്പോൾ ഒരു സാരിയൊക്കെ കൊടുത്ത് കുറിയൊക്കെ തൊട്ട് സിന്ദൂരൊക്കെ ചാർത്തി ഒരു കുലസ്ത്രീ. സാറ് വരുമ്പോൾ സാറാണെങ്കിലും വല്ലാത്ത രീതിയിൽ എന്തൊക്കെ എല്ലാവരും അറഗൻ്റായിട്ട് ഇടപെടുന്നവർ, കുട്ടികളോട് ഫ്രണ്ട്ലി ആയിട്ട് ഇടപെടാൻ അറിയാത്ത മനുഷ്യർ, അധ്യാപകർ, പേരൻസ് എല്ലാം കണക്കാം. ഇത് ഈ പാരന്റിങ്ങും ഈ പറഞ്ഞ പോലെ സ്കൂളിങ്ങും ശരിയാകാതെ ഒരിക്കലും ഒരു നാട് നന്നാകത്തില്ല. പാരന്റിങ് എന്താണെന്ന് വല്ല പിടിയുണ്ട്. പേരൻസിന് കുട്ടികളെ വളർത്തറിയാം, എടുത്തുള്ളവന്മാർക്ക്. എങ്ങനെയോ കല്യാണം കഴിച്ച് ഒരു പ്രായമാകുമ്പോൾ കെട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കെട്ടിയിട്ട് ജോലി വേണമെന്ന് പറഞ്ഞിട്ട് ജോലിയും ചെയ്തിട്ട് കൊച്ചുണ്ടായി കഴിയുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന ഒരു സമൂഹം. ഇത്രയും നാളുകൾ അത് തന്നെയാണ് വയ്ക്കുന്നത്. മറ്റു രാജ്യങ്ങളൊക്കെ അവിടെയൊക്കെ അഡ്വാൻസ്ഡ് ആയി. അവർ കുറച്ചുകൂടെ പഠിച്ച് അത് കഴിഞ്ഞ് ഈ ഒരു സ്റ്റേജിലെത്തുമ്പോൾ എന്ത് ചെയ്യണമെന്നൊക്കെ പഠിച്ച് വളരെ നല്ല രീതിയിൽ കുട്ടികൾ വളരുന്നു. കുട്ടികളുടെ സന്തോഷം വലിയ സന്തോഷമാണ്. അതുകൊണ്ട് എന്താ ആ നാടുകളിൽ ഇത്തിരി കച്ചറ പ്രശ്നങ്ങളില്ല. ഡെയിലി അമ്മ അപ്പന്റെ തല അടിച്ചു പൊട്ടിക്കുന്നില്ല, അല്ലെ മകൻ അമ്മയോ വല്യപ്പനെ തല്ലി കൊല്ലുന്നില്ല. ഗ്രീഷ്മയെ പോലെ വിഷം കൊടുത്ത് കൊല്ലാൻ ആളില്ല. ഗവൺമെന്റ് ജാമ്യയെ പോലുള്ളവരൊക്കെ കുറവാണ്. മനസ്സിലായോ? ഈ ഗ്രീഷ്മയുടെ പോലത്തെ സൈസ് സാധനങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ അത് വളരെ കുറച്ചേ ഉള്ളൂ. ആ പ്രായത്തിലൊക്കെ അതിന് മുന്നേ അവരോട് കണ്ടെത്തും. പിന്നെ പിടിക്കാൻ കിട്ടാത്ത ഐറ്റങ്ങളുണ്ട്. അവർ ഭയങ്കര ടീമുമാണ്. സീരിയൽ കില്ലേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ അമേരിക്കയിലും UK ഇഷ്ടം പോലെ ഉണ്ട്. അതിന് ഡ്രഗ്സ് റിലേറ്റഡ് ഒരുപാട് ക്രൈം നടക്കുന്നുണ്ട്. മറ്റു രാജ്യങ്ങൾ അതിവിടെ ഉണ്ട്. എല്ലായിടത്തും ഉള്ള പോലെ തന്നെ എല്ലാ രാജ്യങ്ങളിലും ഉള്ള സാധനങ്ങൾ. പക്ഷേ ഇതൊക്കെ ഒഴിച്ചിട്ട് ഇവിടെ അല്ലാത്ത ചില പരിപാടികൾ നടക്കും. ഡെയിലി ലൈഫിൽ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളാണ്. അവിടെ അതില്ല. നല്ല ട്രാഫിക് സിസ്റ്റം, വണ്ടികൾ മര്യാദയ്ക്ക് ഓടിക്കുന്ന മനുഷ്യർ, നല്ല ക്യൂ നിൽക്കുന്നവർ, റോഡിൽ നിരത്തി തുപ്പാത്തവർ, പാൻപരാജ വെച്ചിട്ട് സ്റ്റെയർ കേസിൽ തുപ്പാത്തവർ, ഒരു പബ്ലിക് ഫെസിലിറ്റി നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നവർ. ഇവിടുത്തെ പബ്ലിക് ടോയ്ലറ്റ്സ് ഒക്കെ പോയി കാണാൻ, ഓ എന്തൊരു വൃത്തിയുടെ പരിസരത്തോടെ പോകാൻ പറ്റത്തില്ല, അത്രയ്ക്ക് നാറ്റം. ഇവിടെയും മനുഷ്യർ മുള്ളുന്നു, അവിടെയും മനുഷ്യർ മുള്ളുന്നു. അവിടെയും മനുഷ്യർ തൂറുന്നു, ഇവിടെയും തൂറുന്നു. ഇവിടെ പക്ഷെ തൂറ് മാത്രമല്ല, തൂറി വാരി എറിയുകയും ചെയ്യുന്നു. അതാണ് പ്രശ്നം. തൂറിക്കഴിഞ്ഞാൽ വൃത്തിയാക്കാൻ പോലും അറിയത്തില്ല. മൂത്രം ഒഴിച്ചാൽ അറിയത്തില്ല എന്ത് ചെയ്യണം. എന്നിട്ട് നടക്കുക വലിയ മലയാളി പൊളിയാണേ, മലയാളി നമ്പർ 1, ലോകത്തിന്റെ ഏത് മൂലയ്ക്ക് വലിയ ഈ തെണ്ടിത്തരം കാണിച്ചുകൊണ്ടാണ് നടക്കുന്നതെന്ന് തിരിച്ചറിവ് പോലും ഇല്ലാത്തവരാണ്. പല രാജ്യങ്ങളിലും പോയി ഇതൊക്കെ പഠിക്കുകയോ ചെയ്തേക്കുന്നത് നമ്മുടെ ആൾക്കാർ. ടേബിൾ മാനേഴ്സ് അറിയാം ഇവിടെ ഉള്ളവർക്ക്. ഇവിടെ തന്നെ ഹോട്ടലിലൊക്കെ കഴിച്ച് കഴിയുമ്പോൾ നോക്കുമ്പോൾ ടേബിൾ നിറച്ച് ഇങ്ങനെ എത്തിയിട്ടേക്കും, എല്ലും മുള്ളും എല്ലാം ടേബിള്. എന്നിട്ട് ഇമാർ ഇങ്ങനെ ഒന്ന് മാറി എടുത്തിട്ട് ഒരു കുട്ടിക്ക് എടുത്തിട്ട് പോകും. എവിടെ ആണെങ്കിലും അതിന്റെ അങ്ങനെയാണോ കഴിക്കുന്നത്? ഇതേ ഹോട്ടലിൽ അതേ സ്ഥലത്ത് അതേ ഫുഡ് ഞങ്ങൾ അതേ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഒരു കൂട്ടി വന്ന് കഴിച്ചിട്ട് വന്നു, നമ്മൾ കഴിച്ചിട്ട് പോകുമ്പോൾ ഒറ്റ സാധനം താഴെ ഇടുന്നില്ല.
അതെന്താ അങ്ങനെ പറ്റുന്നത്? ഇവരെന്തോ തിന്നത്? തിന്നാൻ പോലും അറിയത്തില്ലെന്ന്. മര്യാദയ്ക്ക് തിന്നണം, വൃത്തി ഉണ്ടായിരിക്കണം. വേറെ ആളെ കൂടുതൽ ബുദ്ധിമുട്ടിച്ചിട്ടല്ല നമ്മൾ സന്തോഷിക്കേണ്ടെന്നുള്ളൊരു ബോധമെങ്കിലും വേണം. അതുപോലും ഇല്ല. അതുങ്ങളാണ് ഈ പിള്ളേരുടെ മൊബൈൽ പിടിച്ചു വിടും. ഏറ്റവും വലിയ കുറ്റമായിട്ട് ഒരു ടീച്ചർ കണ്ടെത്തിയാണ് ഒരു കുട്ടിയുടെ മൊബൈൽ എന്തോ ചെയ്തു. അവൻ ആ മൊബൈൽ കൊണ്ട് നടന്ന് എന്തൊക്കെ ചെയ്താലും നിങ്ങൾ ചെയ്ത് അത്രയും തെറ്റിദ്ധരാകത്തില്ല. ഒരു പ്രിൻസിപ്പലിന്റെ ഓഫീസിൽ എങ്ങനെ ആ വീഡിയോ എടുക്കാൻ പറ്റി, ആ കുട്ടിയുടെ വീഡിയോ എന്തിനു റെക്കോർഡ് ചെയ്തു, ഓക്കെ, തെളിവ് ചെയ്തെങ്കിൽ അത് അവിടെ പേരൻസ് വരുമ്പോൾ അവരെ കാണിച്ചാൽ മതി. അതെടുത്ത് അയച്ചു കൊടുക്കരുത്. ഉള്ള ഗ്രൂപ്പിലൊക്കെ ചെന്ന് കാണരുത്. അങ്ങനെ അത് വൈറലായി വാർത്തയായി നടക്കുവോ? വേറെ രാജ്യത്ത് നടക്കുമോ? കൊള്ളാൻ രാജ്യത്ത് നടക്കുമെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? അങ്ങനെ ഒരു അറിവുണ്ടോ നിങ്ങൾക്ക്? ഇല്ല, അതൊന്നും അറിയത്തില്ല. എങ്ങനെ അറിയാൻ? പോലീസ് സ്റ്റേഷനിൽ നിന്ന് ലോക്കപ്പിൽ നിർത്തി ഫോട്ടോ എടുത്തിട്ട് സോഷ്യൽ മീഡിയ പബ്ലിഷ് ചെയ്ത് വൈറലാക്കി പോലീസുകാരുള്ള നാടാ. ആ പോലീസുകാരൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അതുപോലത്തെ ആൾക്കാരുടെ ഇത് കിട്ടുന്നത്. അതിനുള്ള വിവരം വേണ്ടേ, ബുദ്ധി വേണ്ടേ, ബോധം വേണ്ടേ, വെളിവ് വേണ്ടേ, ജോലി എന്താണെന്നറിയണ്ടേ, ആർക്കോ വേണ്ടിയാ ജോലി എടുക്കുന്നത്. അത്രയും വിവരമേ ഉള്ളൂ. മനസ്സിലായോ? അതൊരു കുഴപ്പമാണെന്ന് അപ്പോഴും ഇപ്പോഴും മനസ്സിലായിട്ടുണ്ടോ എനിക്കറിയില്ല. ഇവർ ചെയ്യുന്ന വിട്ടിട്ട് ചില ആൾക്കാർക്ക് മനസ്സിലാവും, ചിലർക്ക് മനസ്സിലാവില്ല. ബുദ്ധിയും ബോധം ഇല്ലാത്തവന്മാർ ഇങ്ങനെ കൈക്കൂലിയൊക്കെ മേടിച്ച് ജോലി ചെയ്യുന്നവരുണ്ട്. അവർക്ക് പിന്നെ ലക്ഷ്യം മൊത്തം കൈക്കൂലിയാണ്. ആരുടെയൊക്കെ പോക്കറ്റിൽ എന്തുണ്ട് അവിടെയൊക്കെ ചെന്ന് ഇറാൻ പോലെ നിൽക്കുക, തൊഴുത് നിൽക്കുക, മണങ്ങി നിൽക്കുക. കാശുള്ളവനെ കാണുമ്പോൾ തൊഴുകയും പാവപ്പെട്ടവനെ കാണുമ്പോൾ നെഞ്ചത്ത് കയറണമെന്ന് തോന്നുന്ന ഒരു പ്രത്യേകതരം മനുഷ്യരുണ്ട്. കാശ് കൊടുത്താൽ നക്കും, ഇല്ലെങ്കിൽ കടിക്കും. അങ്ങനത്തെ പട്ടി എന്ത് മര്യാദയുള്ള ജീവിക്കുക ശരിക്കും അല്ലേ, മനുഷ്യനെക്കാളും അല്ലേ? അതൊരിക്കലും അങ്ങനെ ചോറ് കൊടുത്തതായിരിക്കും അടിക്കത്തില്ലെന്ന് പറയത്തില്ല. എന്ന് പറഞ്ഞാൽ സ്നേഹമുള്ളൊരു ജീവി. പുറത്തിപ്പോൾ ഓക്കെ കാവൽ നായാണ്, അത് കാവൽ നിൽക്കും. അതിൻ്റെ പണി കൃത്യമായിട്ട് ചെയ്യും. അല്ലാതെ വഴിയിൽ നിന്ന് വരുന്നവർ എന്തെങ്കിലും കൊടുത്താൽ തിന്നത്ത് പോലും ചില പട്ടികൾ. ഇതുങ്ങൾ അങ്ങനെയല്ല. ആര് കൊടുത്താലും നക്കി തിന്നുകയും ചെയ്യും. നാണോ ഉളുപ്പുമില്ലാതെ ജീവിക്കുന്ന ചില മനുഷ്യർ. അയ്യേ, ഈ പോലീസ് എന്ന് പറഞ്ഞ വിഭാഗത്തിലെ ഈ കൈക്കൂലിക്കാരെല്ലാം ഒഴിവാക്കുവാണെങ്കിൽ ഒരു പരിധി വരെയൊക്കെ നാട് നന്നായി. അതുപോലെ തന്നെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരായിട്ട് നിൽക്കുന്ന ഈ പ്രശ്നക്കാരായിട്ടുള്ള ആൾക്കാരെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അവർ അപ്പം തന്നെ പരിപാടി നിർത്തണം. 140 കോടിയുള്ള ഇന്ത്യയിൽ എന്തിനാണ് ക്ഷാമം? മനുഷ്യന് ക്ഷാമമുണ്ട്. വിദ്യാസമ്പന്നരായ എത്രയോ പേര് പണിയില്ലാതെ നടക്കുന്നു. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു കറപ്റ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനെ ഇങ്ങനെ ജോലിക്ക് ഇരുത്തി കഷ്ടപ്പെടുത്തുന്നത്? അയാൾക്കതൊരു ബുദ്ധിമുട്ടല്ലേ? അയാൾക്ക് കറപ്ഷൻ മാത്രമേ അറിയത്തുള്ളൂ. അയാൾ പഠിച്ചതിനകത്ത് എന്തോ തെറ്റില്ലേ? അപ്പോൾ അയാൾ എന്ത് ചെയ്യണം? കറക്റ്റ് ചെയ്യാനൊന്നും ശ്രമിക്കരുത്. കറക്ഷൻ ഇല്ല ഇതില്ല, ജോലി പോകും. ഞാൻ ചുമ്മാ പറഞ്ഞാലേ, എനിക്ക് ഇതുപോലത്തെ വല്ല അവസരം കിട്ടിയാൽ ഞാൻ കാണിച്ചാൽ ഇതൊക്കെ കറക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്. എനിക്കൊരു 3 വർഷത്തെ പണി ഉണ്ടല്ലോ, 4 വർഷമൊക്കെ പണി എടുക്കേണ്ടി വരും. കാരണം ഒറ്റയ്ക്കിരുന്ന് ഞാൻ ഇതെല്ലാം പിടിക്കും. അതിന് നമുക്ക് വേറെ സപ്പോർട്ടിങ് ആയിട്ട് വേണ്ട ആൾക്കാരെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ അവിടെ ഏൽപ്പിച്ചാൽ മതി. പിന്നെ ഒരുത്തിനോട് അനങ്ങത്തില്ല, ഒരുത്തിനും കൈക്കൂലി മേടിക്കത്തില്ല, ഒരു സാധനം മനുഷ്യർക്ക് ഡിലേ വരത്തില്ല. ഈ പറഞ്ഞ ട്രാഫിക്കും ഇത് റോഡും ഇതെല്ലാം നല്ലപോലെ നടക്കും. അതിനത്ര ഇവരിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇത്രയും കോടികളും വേണ്ടി വരത്തില്ല, ഒരു സംശയം വേണ്ട കാര്യത്തിൽ. നമ്മളൊക്കെ കാണുന്നതിനകത്ത് എന്തോരം അഴിമതി കഴിഞ്ഞിട്ടാണ് ഈ റോഡ് ഇവിടെ ഇങ്ങനെ ഇത്രയും പണിതുകൊണ്ടിരിക്കുന്നത്. ആ അഴിമതി ഒഴിവാക്കി കഴിഞ്ഞാൽ ഇതിന്റെ 10 റോഡ് കൂടുതൽ പണി. ഇതിനേക്കാളും ഒരു 5 ലെയർ കൂടെ ടാർമോളിലോട്ട് എടുക്കാം. ഒരു 15 വർഷത്തേക്ക് ഈ സാധനം അനങ്ങത്തില്ല. അവർ മൊത്തം പൈസ യൂട്ടിലൈസ് ചെയ്തിരുന്നെങ്കിൽ. ഇവിടെ പണിയുന്ന പാലത്തിനും എല്ലാം അഴിമതിയാണ്. ഇത് മാത്രം പഠിച്ചു വെച്ചേക്കുന്നത്. എന്നിട്ട് സ്കൂൾ പിള്ളേർ മോശക്കാരാണ് പോലും. പിള്ളേരെ മോശക്കാരാന്ന് പറയുന്ന അത്ര അധപ്പതിച്ചൊരു മനുഷ്യൻ വേറെ കാണത്തില്ല. ഒരു കൊച്ചു ഭയങ്കര മോശമാണ്. നാളെ ഉളുപ്പുണ്ടോ നിനക്കൊക്കെ ഇത് പറയാൻ? ആ കൊച്ചു ശരിയല്ല, അവൻ നാളെ ക്രിമിനലാവും. എങ്ങനെ ആവാണ്ടിരിക്കും? ഒരു ഫ്രഷ് ബ്രെയിനെ ഇത്രയും കറപ്റ്റഡ് ആക്കാനും പൊല്യൂട്ടഡ് ആക്കാനും ഇത് ഒരു എന്താ പറയണ്ടേ, ദുഷിച്ച കാര്യങ്ങൾ ഇഞ്ചക്ട് ചെയ്ത് വേർതിരിവും അതിനിടയിൽ ജാതിയും മതമൊക്കെ പഠിപ്പിക്കുന്ന തെണ്ടികൾ ആണ് ഇവന്മാരെല്ലാം. എന്നിട്ടാ പറയുന്നത് പിള്ളേർ ശരിയല്ലെന്ന്. പേരന്റിങ് ശരിയല്ല, സ്കൂൾ ടീച്ചേഴ്സിന്റെ ഈ പറഞ്ഞ ഈ സംവിധാനം ശരിയല്ല, വിദ്യാഭ്യാസ സമ്പ്രദായം ശരിയല്ല, വിദ്യാഭ്യാസ സംവിധാനം ശരിയല്ല. സംവിധാനത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല, വലിയ പ്രശ്നങ്ങളില്ല, എങ്കിൽ പോലും ഉണ്ട്. പിന്നെ സ്കൂളുകൾ തുടങ്ങുന്ന ടൈമിങ്ങും ശരിയല്ല. രാവിലെ ഒരു 5 മണി അല്ല 6 മണിക്ക് തുടങ്ങിയിട്ട് 12 മണിയാകുമ്പോൾ പിള്ളേർ വിടണം. ബാക്കി സമയം അവരെന്തെങ്കിലും ചെയ്യട്ടെ, അതെങ്കിലും ചെയ്യും. മിനിമം കുട്ടികൾ സ്കൂൾ ബസ്സോ മറ്റു കാര്യങ്ങളോ പോകുന്ന സമയത്ത് ഹെവി എക്യുപ്മെന്റ്സ് റോഡിൽ ഓടാനും പാടില്ല, സ്കൂൾ ബസ്സിനെ ഓവർടേക്ക് ചെയ്യാനും പാടില്ല. എന്ത് നിസാരം അല്ലേ, എത്ര സിമ്പിൾ. ചെയ്യാൻ പറ്റുമോ സക്കീർ ഭായിയെ കൊണ്ട് എന്തെങ്കിലും പറ്റുമോ? എന്തിനും നിങ്ങൾ കൊള്ളാവോ? ഇതിനെയൊക്കെ വലിയ സംഭവം എന്ന് പറഞ്ഞു പായുന്ന കാണാം. മന്ത്രിമാരാന്ന് പറഞ്ഞുകൊണ്ട് സ്പീഡിൽ ഓടിക്കുന്നു, പുറകെ എസ്കോർട്ട്, ആംബുലൻസ്, ഇവനെയൊക്കെ എന്തിനെങ്കിലും കൊണ്ടുപോകുന്നത്? എവിടെയാണ് പോകുന്നത്? എനിക്കറിയത്തില്ല. ഇവരൊക്കെ എങ്ങോട്ട് പോകുന്നത്, എന്തിനു പോകുന്നതാണ് മനസ്സിലാക്കുന്നത്. ഇവർക്ക് വോട്ട് നടത്താവുന്ന കാര്യങ്ങളിലുണ്ട് ഉള്ളൂ. ഇവിടെയൊക്കെ എല്ലാവരും മെയിൽ അയക്കാറിയത്തില്ല, മെയിൽ ഒന്നും അയക്കാറിയത്തില്ല. എങ്ങനെ അക്ഷരാഭ്യാസം വേണ്ടേ പറയാനൊക്കെ? വിവരം വിദ്യാഭ്യാസം ഇല്ലാത്തവൻ ഓടും, അവൻ സ്പീഡിൽ വണ്ടി ഓടിക്കും, അവൻ എസ്കോർട്ട് കൊണ്ടുവരും. അതേസമയം ഓരോരുത്തർ ഓഫീസിൽ ഇരുന്നുകൊണ്ട് ഇതിന് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടില്ലേ? സുക്കൻബർഗും ബിൽഗേറ്റ്സും ഒക്കെ റോഡിൽ കൂടെ ഓടുവാന്നു. എല്ലാം തന്നെ വിദേശ രാജ്യങ്ങളിൽ ജീവിക്കുന്നത് നിങ്ങൾ എന്തിനാ? രാജാവ് ഭരിക്കുന്ന രാജ്യത്ത് ജീവിക്കുന്ന നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ രാജാവ് ഇങ്ങനെ തേരാപ്പര ഓടുന്നത്? എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ട്? ഞാൻ കുവൈറ്റിൽ 11 വർഷം ജീവിച്ചിട്ട് രാജാവിന്റെ വണ്ടി പോലും ഞാൻ കണ്ടിട്ടില്ല ഒരിടത്തും. എല്ലായിടത്തും ഞാൻ പോയിട്ടുണ്ട്, പക്ഷെ രാജാവിന്റെ കൊട്ടാരം കണ്ടിട്ടുണ്ട്. പക്ഷെ രാജാവിന്റെ വണ്ടി ഇങ്ങനെ 100 പേരെ കൊണ്ട് ഓടുന്നത്, അങ്ങോട്ടോടി ഇങ്ങോട്ടോടി ഭ്രാന്ത് പിടിച്ച് നടക്കുന്നത് രാജാവിനെ നമ്മൾ കാണുന്നില്ല. നിങ്ങൾ അമേരിക്കയിലും UK-യിലും കാനഡയിലും ഓസ്ട്രേലിയയിലും ജീവിക്കുന്നവർ കണ്ടിട്ടുണ്ടോ അവിടുത്തെ മന്ത്രിമാരെന്ന് പറഞ്ഞവന്മാർ ഇങ്ങനെ റോഡിൽ കൂടെ പായുന്നത്? പിന്നെ ഇവന്മാരെങ്ങോട്ടായി പോകുന്നത്?
ഈ നശിച്ച ഊളത്രം കാണിക്കുന്ന പൊട്ടന്മാരായതുകൊണ്ടല്ലേ ഇവർ ഓടേണ്ടി വരുന്നത്. ഇവരെവിടെ ഇരുന്നാൽ ചിലപ്പോൾ ഈ നാട് കുറച്ച് നന്നാവും. ഞാൻ പറയാം, ഞാൻ ഒരു ഓഫീസിൽ ഇരുന്നുകൊണ്ട് നടക്കുന്ന ഈ പൊട്ടന്മാരെ കാണിക്കുന്ന മുഴുവൻ പണി. ഈ പൊട്ടന്മാര് ഈ റോഡിൽ കൂടെ തെണ്ടിത്തിരിഞ്ഞ് നടന്ന് ഇവിടെ കിടന്ന് ഉദ്ഘാടനം നടത്തി ഊളത്രം കാണിക്കാൻ ചെലവഴിക്കുന്ന കാശിന്റെ കാശുണ്ടെങ്കിൽ 1000 പേര് പട്ടിണി കിടക്കാതെ വിടിരിക്കും. 1000 ഒന്നുമല്ല, ഒരു ദിവസം 1,00,000 പേരെ നമുക്ക് തീറ്റിപ്പോറ്റാം. അത്രയും കാശാ മുടിക്കുന്നത് ഈ പൊട്ടന്മാര്. വിവരമില്ലാത്തവന്മാർ, വിദ്യാഭ്യാസം ഇല്ലാത്തവന്മാരെല്ലാം കൂടെ ചേർന്ന് കാണിക്കുന്ന മണ്ടത്തരങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന മനുഷ്യരെ. നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടോ? നിങ്ങൾ വിദേശത്തൊക്കെ മലയാളികൾ ജോലി ചെയ്യുന്നില്ലേ? എവിടെയെല്ലാം ജീവിക്കുന്നുണ്ട്? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവിടുത്തെ മന്ത്രിമാരെന്ന് പറഞ്ഞവന്മാർ ഓടുന്ന ഇങ്ങനെ കിടന്ന് പട്ടി ഓടുന്ന പോലെ. വിവരമില്ലാത്തതുകൊണ്ടാണ്, വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ നടക്കുന്ന ഇവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും. അല്ലാതെ ഇതൊരു വലിയ സംഭവമായിട്ടൊന്നും കാണണ്ട. ഇവരൊക്കെ സൈഡ് മാറ്റി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവരോടൊക്കെ വീട്ടിലല്ല, അവിടെ ഓഫീസിൽ ഇരുന്ന് പണിയെടുക്കാൻ പറഞ്ഞു. അവരുടെ ജോലി അതാ. അല്ലാതെ ഇങ്ങനെ നടക്കുകയല്ല. പട്ടി നടക്കുന്ന പോലെ നടന്നിട്ട് പറയാം ഭയങ്കര സംഭവമാണ്. ഇവന് പണി അറിയാത്തതുകൊണ്ടാണ് ഇവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത്. അങ്ങനെ നേരിട്ട് ഒരു ചുക്ക് വീഴൊന്നും ചെയ്യാനില്ല. പിന്നെ അവനെ ഉദ്ഘാടനം ചെയ്യാൻ പോകണമെന്നുണ്ടെങ്കിൽ അവന്റെ ആവശ്യമാണ്. എല്ലാവരും അവൻ എന്തിനാ ഇവന് ഉദ്ഘാടനം നടത്തുന്നത്? ഇവിടെ വന്നിട്ട് ഓരോരുത്തർ ഇങ്ങനെ വന്നിട്ട് കാണിക്കുക. ഊളന്മാര്, വാളികള്, മാണങ്ങള്, കഴിവില്ലാത്തവന്മാരെന്നേ. അല്ല എന്ത് പറയാനാ, ഈ നാട്ടുകാരെ പറ്റിക്കാനല്ലാതെ എന്ത് കഴിവാണ് ഇവനൊക്കെ ഉള്ളത്? എനിക്കറിയത്തില്ല. ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവർക്ക് ഒരു ചുക്കും ചെയ്യാൻ പറ്റുന്നില്ല. ആനാണ്ട് കൂടെ എന്തൊക്കെയോ ചെയ്ത് നടന്നു പോകുന്ന ഒരു ഊള നാട്ടിലായിക്കണം ഷോ. ഇത് വെറും പാർട്ടി ഷോ മാത്രമാണ്. ഈ മന്ത്രിമാരുടെ പോക്ക്, ഇവരുടെ സ്പീഡ് വലിച്ചു കൂത്തി പോകുന്നുണ്ടോ അവർക്കും. പണ്ടൊക്കെ ഇന്റർനെറ്റും ഇല്ല, ഫോൺ ഇത്രയും സംഭവങ്ങൾ ആപ്പുകളോ ഒന്നും ഇല്ല, കമ്മ്യൂണിക്കേഷൻ. അതുകൊണ്ട് ചിലപ്പോൾ ഒരു സ്പീഡിൽ ഓടി എവിടെയും ചെന്ന് വല്ലതും ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ നേരിട്ട് വല്ല ഓഫീസിൽ വല്ല പണിയെടുക്കണം, ഒപ്പിടണമെങ്കിലൊക്കെ കയറി പോയിക്കൊണ്ടിരുന്നത്. അന്ന് കാലത്ത് എല്ലാവരും സഞ്ചരിച്ചോണ്ട്. ഇപ്പൊ അങ്ങനെയാണോ? അന്താരാഷ്ട്ര കാര്യങ്ങൾ നടക്കുമ്പോൾ മോഡി മാത്രമേ ഇങ്ങനെ തെണ്ടാറുള്ളൂ. നിങ്ങൾ കണ്ടിട്ടില്ലേ? വേറെ ഏതൊക്കെ പ്രധാനമന്ത്രിമാരും രാജാക്കന്മാർ ഇങ്ങനെ തെണ്ടും? അല്ലാതെ ലോകത്ത് മൊത്തം തെണ്ടികൾ ഇല്ലാത്തതുകൊണ്ടാണ് ഈ തെണ്ടികളുടെ പ്രധാനമന്ത്രിക്ക് തെണ്ടേണ്ടി വരും. എന്നാൽ ഈ തെണ്ടികൾക്ക് എന്താ പറയാ, മാറ്റം ഉണ്ടാക്കാൻ ഒരുത്തനെ കൊണ്ട് പറ്റത്തുമില്ല. കാരണം അവൻ ഈ കൂട്ടത്തിൽ നിന്ന് വന്നിരുന്നല്ലേ. എന്ത് ചെയ്യാൻ പറ്റൂലേ? തെണ്ടികളുടെ നഗരം ഇന്ത്യ, തെണ്ടികളുടെ